ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ ഡിസംബർ മാസം പൊതുവിതരണ സംവിധാനങ്ങളിലൂടെ 80,74,579 കുടുംബങ്ങൾ ഡിസംബർ മാസം റേഷൻ കടകളിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിപ്പോവുകയുണ്ടായി. 84.1%. സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിൽ ഡിസംബർ മാസം 222 കോടി രൂപയുടെ വിൽപ്പന നടത്താൻ കഴിയും. ഡിസംബർ മാസം ക്രിസ്മസിൻ്റെ പ്രത്യേകം ഇന്ന് പത്രങ്ങളിലൊക്കെ വന്നു. ക്രിസ്മസിൻ്റെ ആ 10 ദിവസങ്ങളിലത് വിൽപ്പന 82 കോടിയുടെ ആ 10 ദിവസത്തെ ക്രിസ്മസ് ഫെയറുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റുകളിലെ വിൽപ്പന. ഭക്ഷ്യ പൊതുവിതരണ മേഖല ഏത് കാലഘട്ടത്തേക്കാൾ ഈ കഴിഞ്ഞ 4.5 വർഷത്തിലധികം വരുന്ന ഈ ഗവൺമെൻറ് കാലയളവിൽ ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് പൊതുവിതരണ മേഖലയിലാണെങ്കിലും സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലൂടെ ന്യായവിലയ്ക്ക് സാധനങ്ങൾ നൽകുന്ന കാര്യത്തിലാണെങ്കിലും നമുക്ക് വളരെ വളരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. സംസ്ഥാനത്തെ അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭ്യമായെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ഗവൺമെൻറ് കാണുന്നത്. അതിന് ജനങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. ജനങ്ങൾ മുന്നോട്ട് വരണം. അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും മുൻഗണനാ കാർഡ് ലഭ്യമായെന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കും. ഇതിനായി ഓൺലൈനായി അപേക്ഷിക്കുവാൻ ജനുവരി മാസം 15 മുതൽ വീണ്ടും അവസരം നൽകുകയാണ്. നിലവിൽ തിരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് അപേക്ഷ വിളിച്ചെങ്കിലും കാർഡ് വിതരണം ചെയ്യാൻ കഴിയാതെ പോയ ഒരു സമയമാണ് കഴിഞ്ഞ മാസം. ആ ഇനത്തിൽ അപേക്ഷ 39,682 അപേക്ഷ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഓൺലൈനിലൂടെ ലഭിച്ച അപേക്ഷയാണ്. ജനുവരി 15 മുമ്പായി മുൻഗണനാ കാർഡുകൾ AAY വിഭാഗത്തിൽപ്പെട്ട 2,389 പട്ടികവർഗ കുടുംബങ്ങൾ ഉൾപ്പെടെ 6,950 കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡ് AAY കാർഡ് ഈ ജനുവരി 15 മുമ്പ് കൊടുക്കും. 7-ാം തീയതിയാണ് ഞങ്ങളതിൻ്റെ തീയതി ഉദ്ദേശിച്ചത്. അത് നടപടി പൂർത്തിയാക്കിയാൽ 7-ാം തീയതി കൊടുക്കാൻ കഴിയണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള കണക്ക് നോക്കിയാൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 58,487 AAY കാർഡ് മഞ്ഞ നിറ കാർഡ് നൽകിയിട്ടുണ്ട്. ഈ സർക്കാർ ചുമതലയെടുത്തതിന് ശേഷം ഇതുവരെ 5,45,358 പിങ്ക് നിറത്തിലുള്ള PHH കാർഡുകളും നൽകിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ ഇതുവരെ 6,03,845 മുൻഗണനാ കാർഡുകൾ ഈ സർക്കാരിൻ്റെ കാലത്ത് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കാണേണ്ടുന്നത് കേരളം സാമൂഹ്യ പ്രാധാന്യം ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. 965 മുതൽ സാർവത്രിക സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സംവിധാനം നിലനിന്നിരുന്ന സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിൽ, അതോടൊപ്പം തന്നെ ഭക്ഷ്യക്കമ്മി സംസ്ഥാനം എന്ന നിലയിലും ഈ അവകാശം കേരളം ഒറ്റക്കെട്ടായി പൊരുതി നേടിയതാണ് 965. എന്നാൽ UPA യും NDA ഗവൺമെൻറ്റുകൾ
സബ്സിഡികളും സൗജന്യങ്ങളും പരിമിതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സാർവത്രിക റേഷനിംഗ് സംവിധാനം ഇല്ലാതാക്കുകയാണ് ഉണ്ടായത്. 2013 NFSA നിയമപ്രകാരം ഈ വിവേചനത്തിന് നിയമപരമായ അംഗീകാരം നൽകിയത് മൂലം സംസ്ഥാനത്തെ ജനങ്ങളിൽ 57% പേർ റേഷൻ കവറേജിന് പുറത്താവുകയുണ്ടായി. മഞ്ഞ പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ പരമാവധി സംഖ്യ 1,54,80,040 ആയി നിജപ്പെടുത്തുകയുണ്ടായി. കേന്ദ്ര ഗവൺമെൻറ് മാനദണ്ഡം അനുസരിച്ച് നമുക്ക് 1,54,80,040 ആളുകൾക്ക് മാത്രമേ സബ്സിഡി ഈ മഞ്ഞ ചുവപ്പ് കാർഡുകളിലൂടെ ലഭിക്കുന്നുള്ളൂ. ഇതിൽ പെടാത്തവർ ഭക്ഷ്യധാന്യ വിഹിതത്തിന് മാത്രമല്ല ചികിത്സ ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടു. സംസ്ഥാന ഗവൺമെൻറ് ഇപ്രകാരം കവറേജിന് പുറത്തായ മുൻഗണനേതര വിഭാഗത്തെ നീല വെള്ള കാർഡുകാരായി തിരിച്ച് ലഭ്യമായ പരിമിതമായ ട്രേഡ് ഓവർ വിഹിതത്തിൽ നിന്നാണ് ഭക്ഷ്യധാന്യം നൽകി വരുന്നത്. കേന്ദ്രം അടിച്ചേൽപ്പിച്ച നിബന്ധനകൾ മൂലം മുൻഗണനാ വിഭാഗത്തിന് പുറത്തായി പോയ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ തങ്ങളുടെ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റി ലഭിക്കാൻ സർക്കാരിൻ്റെ വാതിലുകൾ മുട്ടി വർഷങ്ങളോളം നടക്കുന്ന സ്ഥിതിയാണുണ്ടായത്. മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒരു കുടുംബത്തെ ഒഴിവാക്കിയാൽ മാത്രമേ മറ്റൊരു കുടുംബത്തിന് കാർഡ് നൽകാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ ഹാളിലെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള എൻ്റെ മുന്നിലിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇതിനെ സംബന്ധിച്ച് അന്ന് മുതലുള്ള കാര്യം അറിയാം. അന്ന് നമ്മൾ റിക്വസ്റ്റ് നടത്തിയാണ് ഈ അനർഹരായ പലരും മുൻഗണനാ കാർഡ് കൈവശം വച്ചിരുന്നതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചത്. ആദ്യഘട്ടത്തിൽ തന്നെ 1,72,000 കാർഡുകൾ നമുക്ക് സ്വയം പിന്മാറിയതിലൂടെ നമുക്ക് ലഭിക്കുകയുണ്ടായി. മറ്റ് നിയമ നടപടികളെല്ലാം റിലാക്സ് ചെയ്ത് കൊടുത്ത് സ്വയം പിന്മാറ്റാൻ ഉള്ള ഒരു പരിശ്രമം നടത്തി ഒരു ക്യാമ്പയിൻ എടുത്തതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ പിന്മാറി വന്നത്. അത് അവിടുന്ന് തുടങ്ങിയ ആ പ്രവർത്തനമാണ് പിന്നെ നമ്മൾ കർശനമായ നടപടി സ്വീകരിച്ചുകൊണ്ടും പല ഘട്ടങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ 6,03,845 കാർഡ് അർഹരായ കുടുംബങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞത്.